ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ആൻഡ് അഡോട്ട്. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ആയത്തുൽ കുർസി എന്ന് സിമ്പിളായി ഏതൊരു ബിഗിനേഴ്സിനും എഴുതാൻ വേണ്ടിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റിയാണ്. ഓക്കെ, അതിനു വേണ്ടി നാം ഫസ്റ്റ് വേണ്ടത് ഒരു ആയത്തുൽ കുർസി എന്ന് എഴുതുന്നതിന് ആയത്തുൽ കുർസിയെ നാം 3 പോർഷൻസായി കൺസിഡർ ചെയ്യുക. അതായത് അള്ളാഹ് എന്നത് ഒരു പാർട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്നത് സെക്കൻഡ് പാർട്ടും മൂന്നാമത്തെ പാർട്ട് എന്നത് ഇതുമാണ്. ഓക്കെ, അതിനുവേണ്ടി നാം ഈ ഓരോ പാർട്ടും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഈ ചെറിയ സർക്കിൾ, അതായത് ഒരു 3 സർക്കിളായി ഡിവൈഡ് ചെയ്യണം. ഇതിനുവേണ്ടി അതായത് ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് എഴുതുന്നതിന് വേണ്ടിയും സെക്കൻഡ് സർക്കിൾ എന്ന് പറയുന്നത് ആ ഗ്യാപ്പിന് വേണ്ടിയും മൂന്നാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് സി പോർഷൻസ് എഴുതുന്നതിനും വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നാം അത് ഒരു റഫ് പേപ്പറിൽ കാണിച്ചു തരാം അതെങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ സർക്കിൾ, അതായത് ഞാനിവിടെ എടുത്തത് ഒരു ചെറിയ സർക്കിള്, സെക്കൻഡ് ഒരു ഗ്യാപ്പിന്, അതായത് ഈ സർക്കിളിൽ ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് 8 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ അങ്ങനെയാണ്. അപ്പോൾ ഈ സർക്കിൾ റേഡിയസ് ആയിട്ടുള്ളത്, അപ്പോൾ റേഡിയസ് 8, 9, 12 അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 8 സെൻറ്റിമീറ്റർ, നെക്സ്റ്റ് 9 സെൻറ്റിമീറ്റർ, നെക്സ്റ്റ് വലിയ സർക്കിൾ എന്നത് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ സർക്കിൾ, ഈ സെൻറ്ററിൽ നിന്നും ഈ സർക്കിളിനെ, അതായത് ഒരു ചെറിയ സർക്കിൾ കൺസിഡർ ചെയ്യുക, അതിൽ നിന്നും 1 സെൻറ്റിമീറ്ററോ 1/2 സെൻറ്റിമീറ്ററോ എക്സ്ട്രാ റേഡിയസ് ഉള്ള സെക്കൻഡ് സർക്കിൾ, അതായത് ഗ്യാപ്പിന് വേണ്ടി, പിന്നെ 12 സെൻറ്റിമീറ്റർ എന്നത് സി പോർഷൻസ് എഴുതുന്നതിന് വേണ്ടി. ഇനി ഫസ്റ്റ്ലി അള്ളാഹ് എന്ന സെക്ഷൻ ഇവിടെ എഴുതണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് വേണ്ടത് ഈ സർക്കിളിനെ 8 പോർഷൻസ് ആക്കി മാറ്റുക. അപ്പോൾ സെൻറ്ററിൽ നിന്നും സെൻറ്റർ രേഖപ്പെടുത്തി അവിടെ നിന്നും ഒരു ഫസ്റ്റ് ചിഹ്നം, അതായത് പ്ലസ് ആയിട്ട് ഫസ്റ്റ് വരിക, പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇതായും വരയുക, ഡയഗണലായും വരയുക. ഓക്കെ, അതിനുശേഷം അതായത് നമ്മുടെ സർക്കിളിന് 8 ട്രയാങ്കിൾസ് ഉണ്ടാവും. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, 8th. ഓക്കെ, ഇത് ഞാൻ നെക്സ്റ്റ് വരയുന്നതാണ്, അത് ഞാൻ കാണിച്ചു തരാം. സെൻറ്ററിൽ നിന്നും ഇങ്ങനെ വരഞ്ഞ് ഇങ്ങനെയും പിന്നെ ഇങ്ങനെ തിരിച്ചും വരുന്നില്ലേ, നിങ്ങൾക്ക് മനസ്സിലുണ്ടായിട്ടുണ്ടാകുന്ന കരുതുന്നു. ഓക്കെ, അപ്പോൾ 8 പോർഷൻസ് കിട്ടി, അതായത് 8 ട്രയാങ്കിൾ കിട്ടും. 1, 2, 3, 4, 5, 6, 7, 8 8 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ഇനി ഈ ഫസ്റ്റ് ട്രയാങ്കിളും 8th ട്രയാങ്കിളും അതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ പോർഷൻസ് കണ്ടുപിടിക്കുക. ഞാൻ അതിനെ ചെയ്യുന്നത്, മിഡിൽ പോർഷൻസ് കാണുന്നതിന് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്കെയിലില്ല, സെസ്കറാണ്, അതുകൊണ്ട് സെസ്കറിനെ കാണിച്ചു തരാം. അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ സർക്കിളിൻ്റെ ഇവിടെ നിന്നും എത്രയാണ് ലെങ്ത് എന്ന് നോക്കുക. ഇവിടെ 5 ആണ്. അപ്പോൾ 5ൻ്റെ പകുതി എന്ന് പറയുന്നത് 2.5. ഓക്കെ, 2.5. അതുപോലെ ഇതും 5ൻ്റെ ഇതും, അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 2.5. അങ്ങനെ അവിടെ നിന്ന് രണ്ടിടത്തുനിന്നും ഈ വലിയ സർക്കിളിൽ നിന്നും ഈ സെൻറ്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അവിടെ നിന്നും നാം ഇങ്ങനെ ഈ വലിയ സർക്കിളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിനുള്ളിൽ അള്ളാഹ് എന്ന വരുന്ന രീതിയിൽ വേണം നാം എഴുതാൻ. അതായത് അള്ളാഹ് എന്നതിൻ്റെ പകുതി പോർഷൻസ് എന്ന് പറയുന്നത് ഈ വലിയ സർക്കിളിനുള്ളിലായിരിക്കും, ബാക്കി പോർഷൻ ഔട്ടറിലായും വരും. ഓക്കെ, അതായത് പകുതിയും അതിലും കുറച്ചും കൂടി ഇതാണ് അള്ളാഹ് എന്നത് പകരം. പിന്നെ അള്ളാഹ് എന്ന് എഴുതുന്നതിന് വേണ്ടത് പുറത്ത് തള്ളി നിൽക്കുന്നതായി, പിന്നെ അതിനേക്കാളും വലിപ്പത്തിൽ കുറച്ചുകൂടി നീളത്തിൽ ഒരു അലിഫും എഴുതുക. ഇങ്ങനെയാണ് നാം അള്ളാഹ് എന്ന് എഴുതുന്നത്. ഇനി ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് എഴുതാൻ ഫസ്റ്റ് സർക്കിളിലാണ് എഴുതേണ്ടത്.
അപ്പോൾ ഫസ്റ്റ് സർക്കിളിൽ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് എഴുതുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂമിൽ നമുക്ക് നോക്കിയാൽ കാണാം 1 2 3 4 5 6 7 അലിഫ്. ടോട്ടലി ഇതടക്കം 9 അലിഫ്, അതായത് ലാമിൻ്റെ അലിഫും കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ അലിഫ് നോക്കിയാൽ ഈ എൻഡ് ചെയ്യുന്നത് മൂന്നാമത്തെ ട്രയാങ്കിൾ, ഇതാണ് മൂന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ട്രയാങ്കിൾ എന്നുള്ളത്. ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇത്, സെക്കൻഡ് എന്ന് പറയുന്നത് ഇത്, തേർഡ് എന്ന് പറയുന്നത് ഇത്. മൂന്നാമത്തെ ട്രയാങ്കിളിൽ എൻഡ് ചെയ്യുന്നത് രീതിയിലാണ് ഈ അലിഫൊക്കെ എഴുതിയിരിക്കുന്നത്. അതാണ് നാം ഫസ്റ്റ് അറിയേണ്ടത്. ഓക്കെ, പിന്നെ ഈ അലിഫുകളൊക്കെ ഏകദേശം 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലായിരിക്കും നിങ്ങൾ എഴുതുന്ന റേഡിയസിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഞാൻ വലുതായതുകൊണ്ട് തന്നെ 1 സെൻറ്റിമീറ്റർ ഏകദേശം ഗ്യാപ്പിട്ടായിരിക്കും ഇത് ഈ അലിഫ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെക്കൻഡുള്ള ഫസ്റ്റ് സർക്കിളിൻ്റെ ഇതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ എൻഡിലായിരിക്കും. ഓക്കെ, ഈ ലാം നോക്കാം. ഈ അല്ലാഹു ലാ എന്ന് പറയുമ്പോൾ ഈ ലായുടെ സെക്ഷൻ ഈ ഇവിടെ തട്ടി എന്നിട്ട് പിന്നെ വീണ്ടും ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, ഇനി ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ എന്ന് പറയുന്നത് അതായത് ഖയ്യൂം നോക്ക്, ഫസ്റ്റ് ഖയ്യൂമിൻ്റെ അലിഫാണല്ലോ വരുന്നത്. അപ്പോൾ ഖയ്യൂം എന്ന് എഴുതുമ്പോൾ നോക്കാം ഈ എയ്ത്ത് ട്രയാങ്കിൾ എൻഡ് ചെയ്യുന്നിടത്ത്, അതായത് ഈ അലിഫിൻ്റെ അള്ളാഹുവിൻ്റെ അലിഫിൻ്റെ നേരെ അതാണ് എയ്ത്ത് ട്രയാങ്കിൾ എൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതല്ലേ എട്ടാമത്തെ ഇതെന്ന് പറയുന്നത്, ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് ഖയ്യൂം എഴുതുന്നത്. ഓക്കെ, ഖയ്യൂം എഴുതി, അതായത് ഇവിടെ ഇതെന്ന് പറയുന്നത് സെവൻത്ത് റെക്റ്റാങ്കിൾ, അതായത് സെവൻത്ത് ട്രയാങ്കിളിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഖയ്യൂം എന്ന് എഴുതും. പിന്നെ ഈ നമ്മൾ വരച്ച അള്ളാഹ് എന്ന് ഏകദേശം അത് നിങ്ങൾ എഴുതി വരുമ്പോൾ അത് നോക്കിയാൽ മതി. ആ ഖയ്യൂം ഏകദേശം ഈ ഒരു പോർഷൻസിൽ വരും. ഓക്കെ, അതൊക്കെ എൻഡ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ ഇതിലേക്കായിരിക്കണം. ഓക്കെ, ഇനി ഹയ്യിൽ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ വെച്ച് തുടങ്ങി, അതായത് സിക്സ്ത് സർക്കിളിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ അലിഫ് അതായത് ഖയ്യൂമിൻ്റെ സിക്സ്ത് ട്രയാങ്കിളിൻ്റെ അവിടെ എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ വെച്ച് ബെൻഡ് ചെയ്ത് എന്നിട്ട് വീണ്ടും എങ്ങോട്ടേക്ക് ഉന്തി നിൽക്കണം, തേർഡ് ട്രയാങ്കിളിനുള്ളിലേക്ക് ബെൻഡ് ചെയ്ത് പോകണം. എന്നിട്ട് പിന്നെ അത് ചെരിഞ്ഞ് വരുമ്പോൾ വീണ്ടും അവിടേക്ക് വരും, ഫിഫ്ത്ത് ട്രയാങ്കിളിൻ്റെ എൻഡിൽ വരും. അവിടെ നിന്ന് വീണ്ടും ഖയ്യൂം എന്നതിൻ്റെ നമ്മുടെ ഫസ്റ്റ് സർക്കിളിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവരണം. അതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഹുവ എന്ന് പറയുന്നത് ഫോർത്ത് ട്രയാങ്കിളിനുള്ളിൽ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ലാ ഇലാഹ ലാമിൻ്റെയും ഈ ഹയ്യൂം എന്നതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഫോർത്ത് ട്രയാങ്കിളിൽ വേണം ഹുവ എന്ന് എഴുതുന്നതിന് വേണ്ടി. ഈ ഒരു ട്രിക്സിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നീറ്റിൽ ഈ ഒരു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, ബിഗിനേഴ്സിന് പോലും ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റും ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് സർക്കിളിൽ, അതായത് ലാസ്റ്റ് സർക്കിളിലാണ്. അപ്പോൾ ഫസ്റ്റ് അള്ളാഹും കഴിഞ്ഞു, സെക്കൻഡ് ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂമും കഴിഞ്ഞു. ഇനി തേർഡ് പോർഷൻസ് എന്ന് പറയുന്നത് എഴുതുന്നതിന് അതെന്താക്കണം, നമ്മൾ നേരത്തെ 8 പോർഷൻസ് ആക്കിയിട്ട് ഈ സർക്കിളിനെ മാറ്റിയില്ലേ, അത് ഈ മേലത്തെ സർക്കിൾ വരെ, അതായത് തേർഡ് സർക്കിൾ വരെ ഇതിൻ്റെ ലൈന് ബെൻഡ് ചെയ്തിരിക്കണം. അത് അപ്പോൾ നമ്മൾ അള്ളാഹു എന്ന് എഴുതുന്നതിന് വേണ്ടി ഏകദേശം ആ ഫസ്റ്റും ലാസ്റ്റും ട്രയാങ്കിൾ വീണ്ടും പകുതിയാക്കിയില്ലേ, ഈ ഹാഫാക്കി ഈ പോർഷൻസിൻ്റെ ഇവിടെ നിന്ന് വേണം എഴുതി തുടങ്ങാൻ. ഓക്കെ, ഇവിടെ നിന്ന് വേണം എഴുതി തുടങ്ങാൻ.
അപ്പോൾ ഞാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂമും അല്ലാഹും എഴുതിയത് ഇത് ഉപയോഗിച്ചാണ്, മാർക്കർ ഉപയോഗിച്ചിട്ടാണ് അത് സ്കെച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ തേർഡ് പോർഷൻസ് എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല. അതായത് ചെറുതായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഡബിൾ പെൻസിൽ കാലിഗ്രാഫിയിൽ ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്നതിൻ്റെ വീഡിയോ മുന്നിലുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണായി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജെൽ പെൻ ഉപയോഗിച്ചാണ് ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എങ്ങനെയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യാൻ കഴിയുക, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ചു പോകാം. അപ്പോൾ അതും സിമ്പിളായി തന്നെ നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ സർക്കിളിനെ 8 പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായി മനസ്സിലാക്കാം. അതായത് തേർഡ് പോർഷൻസിൽ ലാ തഖ്തുഹു എന്ന് തുടങ്ങുന്നത്. അതായത് നമ്മൾ എന്തും എഴുതുമ്പോൾ ഇത് കറക്റ്റ് വായിച്ച് വേണം എഴുതാൻ. ലാ തഖ്തുഹു നമുക്ക് എല്ലാവർക്കും വായിക്കാൻ കുറച്ച് ഭയങ്കര അറിയായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വായിച്ച് വേണം എഴുതാൻ. കാരണം എങ്കിൽ നമുക്ക് ഏതെങ്കിലും അക്ഷരങ്ങൾ നമ്മൾ അറിയാതെ പോലെ എഴുതുകയാണെങ്കിൽ ഏതെങ്കിലും വേർഡ്സുകൾ നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വായിച്ച് പറഞ്ഞു വേണം എഴുതാൻ. കാരണം ഇത് ഖുർആനാണ്, നമുക്ക് എഴുതുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല. നമ്മളിത് ഫ്രെയിം ചെയ്യുകയോ ഓർഡർ കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒന്നും തെറ്റിപ്പോകാൻ പാടില്ല. ഖുർആനാണെന്ന് നാം പ്രത്യേകം ഓർമ്മിക്കണം. അതിനുവേണ്ടി നാം പറഞ്ഞു വേണം എഴുതാൻ. അപ്പോൾ നമുക്കൊന്നും ഒരു ലെറ്ററും മിസ്സായി പോകില്ല. അതിൻ്റെ ഹർക്കത്തായിക്കോട്ടെ എല്ലാം നമുക്ക് വേണ്ട രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇതിൻ്റെ ഇവിടെ നിന്നാണ്, അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അള്ളാഹ് എന്ന് എഴുതി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും അവിടെ എത്തുമ്പോൾ ഓരോ പോർഷൻസ് നമ്മൾ റെഫറൻസ് പിക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് നാം റെഫറൻസ് പിക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ്. റെഫറൻസ് പിക്ക് എടുത്ത് വെക്കുക. ആദ്യമായിട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിന് റെഫറൻസ് പിക്ക് എടുത്ത് വെച്ചാൽ ആ റെഫറൻസ് പിക്കിനെ നമ്മൾ എന്താക്കുക, അതിൻ്റെ സർക്കിൾ റേഡിയസ് എത്ര ആയിക്കോട്ടെ, ആ റേഡിയസിൻ്റെ ആണ് നിങ്ങൾ ഈ വരയ്ക്കുന്നതിനും എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതർവൈസ് നിങ്ങൾ മറ്റൊരു റേഡിയസ് ആണ് നിങ്ങൾ, അതായത് അത് ചെറുതാണ് നിങ്ങൾ വലുതാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സർക്കിളിൻ്റെ ഇതെന്താ റെഫറൻസ് പിക്കിനെ നിങ്ങൾ ഈ പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ 8 പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അലിഫൊക്കെ എവിടെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ തേർഡ് പോർഷൻസ് എഴുതുകയാണെങ്കിൽ ഈ തേർഡ് പോർഷൻസ് എഴുതുമ്പോഴും നിങ്ങൾ റേഡിയസ് വലുതാക്കിയെന്ന് കരുതി കുഴപ്പമൊന്നും വരില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ ഈ ഫസ്റ്റ് അതിലും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക 8 ട്രയാങ്കിളാക്കി. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇതിൽ വലുതാക്കി എഴുതുന്നത് കുഴപ്പമുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് അതിൽ നോക്കുക, ഫസ്റ്റ് ട്രയാങ്കിൾ എത്തുമ്പോൾ എവിടെയാണ് അത് എൻഡ് ചെയ്യുന്നത് അവിടെ വെച്ച് വേണം എന്താണ് ലെറ്റേഴ്സ് വന്നത് അവിടെ അതേ ലെറ്റേഴ്സ് തന്നെ നിങ്ങൾ എഴുതുമ്പോഴുള്ള ഇതിലും ലാ തഖ്തുഹു എന്ന് വരുന്ന ഇതിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൽ വരേണ്ടത് അതായത് ഫസ്റ്റ് ട്രയാങ്കിൾ വേണ്ടത് സിനത്തിൻ്റെ നൂന് ഏകദേശം വന്നാലും കുഴപ്പമില്ല. ചെറിയൊരു ലെറ്റേഴ്സ് വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ബട്ട് കൂടുതൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റെ ഒന്നുകിൽ വേഗം എൻഡായി പോവും, അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എൻ്റെ ആവുകയും ഇല്ല. അതുകൊണ്ട് നാം അത് ശ്രദ്ധിക്കണം. നാം എഴുതുമ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ എൻഡിൽ എത്തുമ്പോൾ എന്തായി സിനത്തിൻ്റെ നൂല്. എൻ്റെ സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അർളും മാഫി സമാവാതി പമാഫിൽ അർളിൻ്റെ റായും വായും ഏകദേശം അവിടെ എത്തുമ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിൾ എൻഡ് ചെയ്യുന്നവിടെ നാം എന്താക്കണം, അർളിൻ്റെ റാവ വരണം. അതുപോലെ തേർഡ് ട്രയാങ്കിളിൻ്റെ അവിടെ എത്തുമ്പോൾ മൻസല്ലസി യഷ്ഫഹു ഇൻദഹു ഇല്ല, യഷ്ഫഹു ഇൻദഹു എന്ന് പറയുന്നത് ഏകദേശം തേർഡ് സർക്കിളിൻ്റെ എൻഡിൽ വരണം. ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ ഓരോ പോർഷൻസും എഴുതി വരുമ്പോൾ അവിടെ എത്തിയില്ല. നിങ്ങൾ റെഫറൻസ് പിക്ക് ആണെങ്കിൽ അത് നോക്കിയാണ് എഴുതുന്നതെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ നോക്കുകയാണെങ്കിൽ മൊബൈൽ നോക്കുമ്പോൾ നമുക്ക് വരക്കാൻ പറ്റില്ല. ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വരഞ്ഞിട്ട് നോക്കാം. ഓക്കെ, എന്തഹോ എന്ന് പറയുന്ന അത് അപ്പോൾ ഫോർത്ത് പോർഷൻസ് അവിടെ എന്തായാലും നോക്കുക. നമുക്ക് തേർഡ് ട്രയാങ്കിളിൻ്റെ എൻഡിൽ അതുപോലെ ഇവിടെ എത്തുമ്പോൾ നോക്കുക. അങ്ങനെ ഓരോ പോർഷൻസും ഇവിടെ എത്തുമ്പോൾ മാവൈന ഐതിഹ്യം എന്ന് പറയുമ്പോഴാണ് ഈ ഫോർത്ത് ട്രയാങ്കിൾ എൻഡ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ട്രയാങ്കിളിൻ്റെ അവിടെയും എത്തുമ്പോൾ നോക്കാം നമ്മുടെ ഞാൻ എഴുതിയ ഇതും തേർഡ് പോർഷനും അവിടെ എത്തിയില്ലേ എന്ന് നോക്കുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് പോകുക. അഥവാ എത്തിയില്ലെങ്കിൽ ഏകദേശം നമ്മൾ ഇറേസ് ചെയ്ത് അത് വീണ്ടും ചേഞ്ച് ചെയ്ത് മാറ്റി എഴുതുക. പിന്നെ ഈ ആയത്തുൽ കുർസിയുടെ
ഈ ആയത്തുൽ കുർസിയുടെ നാല് ഭാഗത്തും നാം ഗ്യാപ്പ് വിട്ട് വേണം എപ്പോഴും എഴുതേണ്ടത്. അതായത് ഈ ലെഫ്റ്റ് റൈറ്റ് ബോട്ടം സൈഡിൽ 2 സെൻറ്റിമീറ്റർ അകലവും ഡിസ്റ്റൻസും അതുപോലെ ഹൈറ്റും, അതായത് അപ്പർ പോർഷനിൽ അള്ളാ എന്ന് എഴുതിയിട്ടും 2 പോർഷൻ അള്ളാ എന്ന ആലിഫിന് ശേഷവും 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് വേണം നാം ബോർഡർ വരെയാണ്. കാരണം അത്രയും സ്പേസ് വിട്ട് വേണം നാം എഴുതേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫ്രെയിം ചെയ്യുകയോ ഓർഡർ കൊടുത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഇത് ഫ്രെയിം ചെയ്യുന്ന ടൈമിന് ഈ നമ്മൾ എഴുതിയ ആ പോർഷൻസ് ഉള്ളിലേക്ക് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതായത് അതിനു വേണ്ടി നാം ചെയ്യുന്നത് ആദ്യം ഈ വലിയ സർക്കിളിൻ്റെ സൈഡ് ഇതിലായിട്ട് ആ റേഡിയസിന് അപ്പുറമായി ഒരു ലൈൻ വരക്കുന്നു. അതുപോലെ താഴെയും മേൽക്കളിലുമായി പിന്നെ ഇവിടെയും ഒരു ലൈൻ വരയ്ക്കുക. അതായത് സർക്കിളിൻ്റെ അത് വരട്ടില്ലെങ്കിൽ ഒക്കെ അത് വരണേലും നമുക്കൊരു സ്ക്വയർ കിട്ടും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് വീണ്ടും ഒരു ലൈൻ വരിക. അതുപോലെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. പിന്നെ മുകൾ ഭാഗത്ത് എന്ന് പറയുന്നത് അള്ളാഹയുടെ അലിഫിന് ശേഷം വേണം 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിടാൻ. അതായത് മുകളിൽ ഏകദേശം നിങ്ങളെടുക്കുന്ന ആ ഒരു കാലിഗ്രഫി കിടക്കുന്ന റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവിടെ ഞാൻ 12 സെൻറ്റിമീറ്റർ എടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ സർക്കിളിന് ശേഷം ഒരു 8 സെൻറ്റിമീറ്റർ മുകളിലായാണ് ഇവിടെ ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പർ പോർഷനിൽ ലൈൻ കൊടുത്തിട്ട് എന്നിട്ടാണ് ഞാൻ അവിടെ റെക്റ്റാങ്കിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വേണം നാം ചെയ്യാൻ. പിന്നെന്താ, ഇതിൽ എഴുതിയിരിക്കുന്ന കാലിഗ്രഫിയിലെ 3 പോർഷൻസിൽ എന്ന് പറയുന്നത് എല്ലാത്തിനും നമുക്ക് 2 ലൈൻ വരണമെന്നില്ല. അതായത് ചില കേസ് നമുക്ക് നേർന്ന ഒരു ലൈനായാണ് വരിക, 2 ലൈൻസ് വരണമെന്നില്ല. ഓക്കെ, അതായത് എന്ന കേസിലൊക്കെ അതായത് അവിടെ നിന്നും നമുക്ക് ഈ നടുക്കുള്ള ഒരു പോർഷൻസിൽ കുറച്ച് തിക്നെസ് കുറവായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തിന്നായാണ് വരുന്നത്. ചില കേസിൽ അത് തിക്കായാണ് വരുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന റെഫറൻസ് ഇമേജ് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ആയത്തുൽ കുർസി മറ്റൊരു രീതിയിലും നീറ്റിലായി ചെയ്യാൻ പറ്റും. അതായത് ഗ്രിഡ് ലൈൻ ഉപയോഗിച്ചു കൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഡീറ്റെയിലായി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, കമൻറ്റിൽ അറിയിക്കുക. ആർക്കെങ്കിലും അറിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ക്യാൻവ ആപ്പോ അതായത് പിക്സാർട്ടോ ഏതെങ്കിലും ഒന്നിൽ നാം ഉപയോഗിക്കുന്ന ആപ്പിൽ നാം വിചാരിക്കുന്ന ആയത്തുൽ കുർസി അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ എലമെൻസിൽ നിന്നും ഗ്രിഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നാം ആ ഗ്രിഡിൻ്റെ സ്ക്വയറിൻ്റെ സൈസ്, അതായത് എത്രയാണോ എന്ന് അറിയാമെങ്കിൽ നാം എഴുതാൻ ഉദ്ദേശിക്കുന്ന നാം എഴുതാൻ ഉദ്ദേശിക്കുന്ന A4 ആണോ A3 ആണോ അതിൽ ആ ഗ്രിഡ് ലൈൻ ജസ്റ്റ് ചെറുതായി, അതായത് നേരിയ ഷെയ്ഡിൽ വരച്ചുകൊണ്ട് നമുക്ക് ഏകദേശം നാം വരയ്ക്കുന്ന ഈ അതായത് നാം വരക്കുന്നതും നാം പിക്ക് നോക്കുന്നതും ഒരുപോലെയാണോ എന്ന് നോക്കി നമുക്ക് ഗ്രിഡ് ലൈനിൽ നിന്നും ഓരോന്നും നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിലായി നാം വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.